പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങളും കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനയും ബഹിഷ്കരിച്ചു. UDF തീരുമാനത്തെ മുസ്ലിം ലീഗ് അട്ടിമറിച്ചെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ബഹിഷ്കരിച്ചത്. 11 അംഗങ്ങളുടെ യൂണിയനിലേക്ക് മുസ്ലിം ലീഗിലെ 5 പേർ തെരഞ്ഞെടുക്കപ്പെട്ടു. CPM-ലെ 6 പേർ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 11 അംഗങ്ങളുള്ള പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് UDF-ലെ 5 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. CPM-ന്റെ 6 പ്രതിനിധികൾ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. UDF-ലെ 5 പേരിൽ 4 ബാങ്ക് ഡയറക്ടർമാരുടെ പ്രതിനിധികളെയും ജീവനക്കാരുടെ ഒരു പ്രതിനിധിയെയുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഡയറക്ടർമാരുടെ പ്രതിനിധികളിൽ മുസ്ലിം ലീഗിന് 3ഉം കോൺഗ്രസിന് 1 ഡയറക്ടറെയും തീരുമാനിച്ചിരുന്നു. ജീവനക്കാരുടെ ഏക പ്രതിനിധിയെ കോൺഗ്രസിന് നൽകാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പെരിന്തൽമണ്ണ, മങ്കട മണ്ഡലങ്ങളുടെ UDF നേതൃത്വവും മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വവും അംഗീകരിച്ചതായി കോൺഗ്രസ് പറയുന്നു. ഇത് വിസമ്മതിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ഇതേസമയം മുസ്ലിം ലീഗ് 5 സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ചു. ജീവനക്കാരുടെ പ്രതിനിധിയായി അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിലെ P. അഷ്റഫ്, ബാങ്ക് ഭരണസമിതി പ്രതിനിധികളായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ്, വെട്ടത്തൂർ ബാങ്ക് പ്രസിഡന്റ് സൈദലവി മാടാൻപാറ, മക്കരപ്പറമ്പ് ബാങ്ക് പ്രസിഡന്റ് സയ്യിദ് അബു തങ്ങൾ, പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. സൈനുദ്ദീൻ എന്നിവരാണ് മത്സരിച്ചത്. ഇവർ 5 പേരും സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 295 പേർ വോട്ട് ചെയ്തു. ജീവനക്കാരുടെ പ്രതിനിധിയായി മത്സരിക്കാൻ നാമനിർദ്ദേശം നൽകിയിരുന്ന ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കോൺഗ്രസിലെ CK അൻവറിന് 3 വോട്ടുകൾ ലഭിച്ചു. ജീവനക്കാരുടെ പ്രതിനിധിയായി മത്സരിച്ച അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ലീഗിലെ P. അഷ്റഫിന് 292 വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. ചില പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായ ഭിന്നത മൂലമാണ് ഇങ്ങനെ മത്സരിക്കേണ്ടി വന്നതെന്നും UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത നിലയിൽ മുന്നോട്ടു പോകുമെന്നും ലീഗിലെ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ നേതാവ് നൌഷാദ് പുളിക്കൽ പറഞ്ഞു. ഇന്ന് 9-ാം തീയതി പെരിന്തൽമണ്ണ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇവിടെ 11 അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 5 വിഭാഗത്തിലേക്കാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പഴയ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് മത്സരരംഗത്തേക്ക് പോകണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മണ്ഡലം നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ചില പ്രാദേശിക നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് 4 ഡയറക്ടർ ബോർഡ് ജീവനക്കാരിൽ നിന്ന് 4 ഡയറക്ടർമാരിൽ നിന്ന് 4 പ്രതിനിധികളിലേക്കും ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരാളിലേക്കും അങ്ങനെ 5 എണ്ണത്തിലേക്കാണ് മത്സരം നടക്കുന്നത്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇടത് വലത് വ്യത്യാസമില്ലാതെ സഹകരണ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായാണ് മത്സരിച്ചിരുന്നത്. എന്നാൽ UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നിലയിൽ മുസ്ലിം ലീഗ് മുന്നോട്ടു പോയെന്നാണ് കോൺഗ്രസിന്റെ വാദം. കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്നും ലീഗ് അംഗങ്ങൾ തനിച്ചു മത്സരിച്ചെന്നും പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരണിക്കൽ ആനന്ദൻ പറഞ്ഞു. നമ്മളിന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് 2 ലീഗ് 3 എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടായിരുന്നത്. നോമിനേഷൻ കൊടുത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പില്ലാണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ 25-ാം തീയതി ആയിരുന്നു നോമിനേഷൻ കാലാവധി. 23-ാം തീയതി വരെ ഒരു ചർച്ച നടക്കാത്തതിൻ്റെ ഭാഗമായി ഞങ്ങൾ മുൻകൈ എടുത്ത് UDF-ന്റെ കമ്മിറ്റി വിളിക്കുകയും അതിൻ്റെ ഭാഗമായി നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് 3-2 എന്നുള്ള രീതിയിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. UDF-ന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് അങ്ങനെ 24-ാം തീയതി 25-ാം തീയതി നോമിനേഷൻ കാലാവധി 25-ാം തീയതി ആയിരുന്നു പൂർത്തിയാകേണ്ടത്. 25-ാം തീയതി ഞങ്ങൾ UDF സംവിധാനത്തിൽ തന്നെയാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തത്. ഞങ്ങൾക്ക് തന്ന 2 സീറ്റുകൾ നമ്മൾ നോമിനേഷൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായി 3-2 എന്നുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ അന്ന് നോമിനേഷൻ കാലാവധി പൂർത്തിയാകുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് വിട്ടു തന്ന 2 സീറ്റുകളിൽ ലീഗിൻ്റെ വിമതന്മാരായ 2 സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കൊടുക്കുകയും അതൊരു മത്സരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി 25-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ UDF ചർച്ച നടത്തി. ഒരുപാട് ആളുകൾ പരാതി ഞങ്ങൾ MLA അറിയിച്ചു. കുറേ പരാതി ഞങ്ങൾ പക്ഷേ എന്നാൽ അതിന് ഒരു ചർച്ചയൊന്നും കൂടാണ്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായി. ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ DCC ഭാരവാഹികളെ DCC പ്രസിഡന്റായോ UDF ചെയർമാനെയോ ഒന്നും അറിയിക്കാണ്ട് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോവുകയും ഒരു കോൺഗ്രസ് നൽകിയ സീറ്റുകൾ പോലും പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി
ഞങ്ങൾ ഇന്നലെ യോഗം കൂടുകയും ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ലീഗ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയനിൽ കോൺഗ്രസിന് അംഗങ്ങൾ ഇല്ലാതായി. പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിലെ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ വ്യാഴാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.